ഇതൊരു സാധാരണ കാഴ്ചയായി തള്ളിക്കളയരുത്. പ്രകൃതിയിൽ ഏറ്റവും മികച്ച തൻ്റെ ജീവിതം നെയ്തെടുക്കുകയാണ്. അളവുകോലുകളോ ബ്ലൂ പ്രിന്റുകളോ ഇല്ല. ആകെയുള്ളതൊരു കൊക്കും പിന്നെ വിട്ടുവീഴ്ച ചെയ്യാത്തൊരു മനസ്സും. ഓരോ ഇഴയും എത്ര കൃത്യതയോടെയാണ് അത് കോർത്തെടുക്കുന്നത്. ചെറിയൊരു പിഴവ് പോലും തൻ്റെ സൃഷ്ടിയുടെ ബലത്തെ ബാധിക്കുമെന്ന് അവനറിയാം. അതുകൊണ്ട് 100% ഉറപ്പുവരുത്തിയിട്ട് അവൻ അടുത്ത ഇഴ നെയ്യുന്നുള്ളൂ. എന്താണ് ഇതിൻ്റെ പിന്നിലെ പ്രേരണ? കൃത്യമായ ലക്ഷ്യബോധം തന്നെ. താൻ പണിയുന്ന ഈ കൂടിൻ്റെ ഉറപ്പും ഭംഗിയുമാണ് തൻ്റെ യോഗ്യതയുടെ അളവുകോൽ. ഇവിടെ ശരി എന്നൊരൊറ്റ ഉത്തരമേയുള്ളൂ. പണിയിൽ അല്പം മോശമായാൽ പോലും അത് പ്രകൃതിയാൽ തിരസ്കരിക്കപ്പെടും. അതുകൊണ്ട് എൻ്റെ ഏറ്റവും മികച്ചത് പുറത്തെടുക്കുക എന്നതൊരു ഓപ്ഷനല്ല, അതൊരു അതിജീവന മാർഗമാണ്. ഇവിടെയാണ് മനുഷ്യൻ പഠിക്കേണ്ട വലിയ പാഠം. പ്രകൃതി ബഹുമാനിക്കുന്നത് ശ്രമങ്ങളെ മാത്രമല്ല, മറിച്ച് ഫലത്തെ കൂടിയാണ്. വെറും ആഗ്രഹങ്ങളല്ല, മറിച്ച് പ്രവൃത്തിയിലുള്ള മുഴുവൻ സമർപ്പണവും വൈദഗ്ധ്യവുമാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. ബുദ്ധിയും കഴിവുമുള്ള മനുഷ്യൻ ഈ പക്ഷിയേക്കാൾ എത്രയോ മനോഹരമായ ജീവിതം പടുത്തിയെത്താൻ സാധിക്കും. പക്ഷേ ഒന്ന് മാത്രം ഓർക്കുക, ചെയ്യുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലവാരം കാത്തു സൂക്ഷിക്കുക. കാരണം നിങ്ങളുടെ പ്രവൃത്തിയാണ് നിങ്ങളുടെ കയ്യൊപ്പ്. മികവ് പുലർത്തുന്നവർക്ക് ജീവിതം തേടി അലയേണ്ടി വരില്ല, വിജയം അങ്ങോട്ട് തേടി വരും.